ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. എക്സാം എഴുതിയിട്ട് പലരും വീട്ടിൽ പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. പലരും വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, അവർ പലരും മാർക്ക് പോലും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം ജില്ലയുള്ളവർക്ക് കോട്ടയം, പാല ആ ഭാഗങ്ങളിൽ വരെ എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ PSC ഫാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കാനൊന്നും പലർക്കും സമയം കിട്ടിയിട്ടില്ല. അവരൊക്കെ വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള ഏകദേശം ഐഡിയ അനുസരിച്ച് നിങ്ങൾ പല ആൾക്കാരും പല യൂട്യൂബ് ചാനലൊക്കെ കണ്ട് പല കമൻസും കണ്ട് എല്ലാം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അയ്യോ ഇനിയൊന്നുമില്ല, ജീവിതം വെറുത്തുപോയി, ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇന്നത്തെ പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് രണ്ട് പോർഷനായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന്, ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന്റെ സ്ഥിതിയും കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇപ്പോൾ നടന്ന എക്സാമിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ നിയമന സ്ഥിതിയും നമുക്കൊന്ന് നോക്കാം. 207/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 2 എക്സാം ആയിട്ടാണ് നടന്നത്. ഒന്ന് പ്രിലിമിനറി എക്സാം, ഒന്ന് മെയിൻ എക്സാം. ഓക്കെ, അപ്പം പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം 1,98,186 ആണ്. ഓക്കെ, 1,98,186. അത് എത്രത്തോളം ആൾക്കാർ പ്രിലിമിനറി പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഏകദേശം നമുക്കൊരു 1,70,000 പേര് എന്നുള്ള ഒരു റൗണ്ട് ഫിഗർ എടുത്തിട്ട് അത്രയും ആൾക്കാർ എക്സാം എഴുതി അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ എത്രത്തോളം ആൾക്കാർ എക്സാം എഴുതി എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്ത് 1,50,000 പേരോളം എക്സാം എഴുതി എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ 1,50,000 പേരാണ് പ്രിലിമിനറി പരീക്ഷ എഴുതിയത്. ഓക്കെ, പിന്നെ മെയിൻ പരീക്ഷ നടന്നു. മെയിൻ പരീക്ഷ നടന്നതിന് ശേഷം കട്ട് ഓഫ് വന്നത് 52.67 ആണ്. മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് 52.67. കട്ട് ഓഫ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 1,438 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 1,154 പേരും വന്നു. അങ്ങനെ ടോട്ടൽ ആ റാങ്ക് ലിസ്റ്റിലുള്ളത് 2,592 ആണ്. ഓക്കെ, 2,592. അപ്പോൾ നമുക്കിപ്പോഴും ആ ലിസ്റ്റിന്റെ നിലവിലുള്ള പോസ്റ്റിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 832 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 511 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോ കാസ്റ്റിന്റെയും തോളം അഡ്വൈസ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ ചാർട്ട് കണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് അല്ലെങ്കിൽ സേഫ് സോൺ പറയേണ്ട ആ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ബോറായി പോവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 207/2019 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ തിരുവനന്തപുരം ജില്ലയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം 1,98,186 ആണ്. കട്ട് ഓഫ് 52.67. മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റോടെ കൂട്ടി 2,592 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ എക്സാമിലോട്ട് വരാം. അപ്പോൾ ഇപ്പോഴത്തെ എക്സാമിൽ പല ആൾക്കാരും വന്ന് പറയുന്നത് കേട്ടു, എക്സാം നല്ല എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ ആവറേജ് ആയിരുന്നു, അതിലും താഴെയായിരുന്നു എന്നൊക്കെ ആൾക്കാർ പലരും പറയുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഈ എക്സാം ഇന്ന് നടന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC എക്സാം എബോവ് ആവറേജ് ആണെന്ന് ഞാൻ പറയും. എബോവ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു 50% കൂടുതൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നടന്ന എക്സാം. ഒരു LD പരീക്ഷ എങ്ങനെയാണോ അതേപോലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ഒരു എക്സാം ആയിരുന്നു. ഒരു പക്ഷേ ഒരു ഡിഗ്രി ലെവലുള്ള എക്സാമിൻ്റെ അത്രയും തന്നെ അത്രത്തോളമുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതും വന്നിരുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യൻ വന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത്. നമുക്ക് ഒരു പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ എക്സാം ഹാളിൽ 1.5 മണിക്കൂർ ഇരുന്ന് ആ ഒരു ടെൻഷനും കൂടി പല ആൾക്കാരും ഈ പരീക്ഷ എങ്ങനെയെങ്കിലും പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ആ എക്സാം ഹാളിൽ പോയിരുന്ന് ആ 2 മണി തൊട്ട് 3:30 വരെയുള്ള ആ ഒരു സമയം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ പുറത്തുനിന്ന് പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് മനസ്സിലാകില്ല. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. അപ്പോൾ എക്സാം എഴുതിയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എക്സാം ഹാളിൽ പോയിരുന്ന് എക്സാം ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എഴുതിയ ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 4 ഓപ്ഷൻ തരും. 1 ശരി, 2 തെറ്റ്, 1 2 ശരി, 1 മുതൽ 4 വരെയുള്ള ഉത്തരങ്ങൾ ശരി എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുമ്പോഴേ അത് എത്രത്തോളം വായിച്ചെടുക്കാനും. കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ഇനി അവർ വിചാരിക്കും 98 എഴുതാനുണ്ട്, അല്ലെങ്കിൽ മാത്സ് എഴുതാനുണ്ട്, ഇംഗ്ലീഷ് എഴുതാനുണ്ട്, അല്ലെങ്കിൽ മലയാളം എഴുതാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴത്തേന് എത്രത്തോളം ടെൻഷനിലൂടെയാണ് അവർ ആ എക്സാം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ,
അപ്പം ക്വസ്റ്റ്യൻസ് പൊതുവെ സിമ്പിൾ ആയിരുന്നു എന്ന് പറയാം, പക്ഷേ ആൻസേഴ്സ് ആയിരുന്നു ടഫ്. വായിച്ച് മനസ്സിലാക്കി എടുത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ടഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർ 1,74,344 പേരായിരുന്നു കഴിഞ്ഞ വട്ടം. പക്ഷേ 1,98,000 പേരായിരുന്നു. ഏകദേശം 2 ലക്ഷം പേര് അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ഈ വർഷം ഏകദേശം ഒരു 1,75,000 പേര് അടുപ്പിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ 1,40,000 പേരായിരുന്നു. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ എക്സാം എഴുതിയെന്ന് നമുക്കറിയില്ല. ഏകദേശം നമുക്കൊരു 1,20,000 അല്ലെങ്കിൽ 1,10,000 അത്രയും ആൾക്കാർ മാത്രമേ, ചിലപ്പോൾ 1,00,000 ആൾക്കാർ മാത്രമേ ഈ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം ആൾക്കാരെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ പറഞ്ഞു 2,592 പേരുടെ ലിസ്റ്റായിരുന്നു ഇട്ടിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഈ വട്ടവും ഏകദേശം ഒരു 3,000 പേര് അടുപ്പിച്ചുള്ള അല്ലെങ്കിൽ ഒരു 2,500 2,600 പേരുടെ ലിസ്റ്റായിരിക്കും ഇടുന്നത്. ഈ സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റോട് ചേർത്തിട്ട് മെയിൻ ലിസ്റ്റ് തന്നെ ഏകദേശം ഒരു 1,500 പേരോട് അടുപ്പിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അഡ്വൈസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു സേഫ് സോൺ, കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല, സേഫ് സോൺ പറയുകയാണെങ്കിൽ ഇതിനകത്ത് എക്സാം എഴുതിയിരിക്കുന്നത് ഒരു 70 മാർക്ക് 65-70 മാർക്കോളം അവർ ചെയ്യാനുള്ള ആൻസർ കറുപ്പിച്ചിട്ടുണ്ട്. 70 മാർക്ക് എഴുതിയപ്പോൾ തന്നെ പിന്നെ ഒരു 30 മാർക്കുണ്ട്. ആ 30 മാർക്ക് ഒരു 15-20 മാർക്ക് വരെ മൈനസ് അടിച്ച ആൾക്കാരുണ്ട്. 20 മാർക്ക് മൈനസ് അടിക്കുമ്പോൾ തന്നെ എത്രത്തോളം മാർക്ക് അവരുടെ വ്യത്യാസം വന്ന് നോക്കുക. ഏകദേശം ഒരു 6-7 മാർക്ക് അവിടെ വ്യത്യാസം സംഭവിച്ചു. അങ്ങനെയാണ് പലർക്കും ഇവിടെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. അതുകൂടെ കൺസെപ്റ്റ് ചെയ്തായിരിക്കണം നമ്മൾ സേഫ് സോൺ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു 52-60 ആ റേഞ്ച് ആയിരിക്കും സേഫ് സോൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് നിങ്ങൾ കിട്ടിയ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രയോജനമായിരിക്കും. ദയവ് ചെയ്ത് എക്സാം ഹാളിൽ പോയി ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർ മാത്രം കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർ അതും കൂടെ മെൻഷൻ ചെയ്യുക. ഞാൻ വീട്ടിൽ ഇരുന്ന് എഴുതിയിട്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇടുക. അപ്പോൾ എത്രയേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട. അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.